നമസ്തേ, ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ജൂൺ മാസം, ഈ വരുന്ന മാസം നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റമാണ് വരാൻ പോകുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അത്ഭുതം നിങ്ങളുടെ റിലേഷനിൽ നടക്കാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഈ ബന്ധത്തെക്കുറിച്ച് ഇനി അറിയാൻ പോകുന്നത്, മനസ്സിലാക്കേണ്ടതെന്നുള്ള എനർജിയാണ് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, എന്താണ് നിങ്ങൾ റിലേഷൻ കൊണ്ട് ആഗ്രഹിക്കുന്നത്, എത്രത്തോളം സന്തോഷവും സമാധാനവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് മനസ്സിലാക്കി അഫർമേഷൻസ് എഴുതുക. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങളൊരു ബുക്കിനകത്ത് 11 പ്രാവശ്യം ഒരു കാര്യം തന്നെ ആവർത്തിച്ച് എല്ലാ ദിവസവും എഴുതുകയാണെങ്കിലും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം സാധ്യമാകും. അപ്പം അത് നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിപ്പോൾ പോസിറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നല്ലൊരു ഗൈഡൻസ് ലഭിക്കും. നിങ്ങളുടെ റിലേഷനിൽ കറൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റിൽ സംഭവിച്ചത്, ഇനി വരാൻ പോകുന്നത്, നെഗറ്റീവായ ബ്ലോക്കേജുകൾ എന്താണ്, കർമ്മയാണോ, മറ്റു വ്യക്തികളുടെ പ്രസൻസ് ആണോ, അതോ ഈ ഒരു കറൻറ്റ് സമയത്തിൻ്റെ പ്രോബ്ലംസ് ആണോ, ഇത് എപ്പോഴത്തേക്ക് അവസാനിച്ച് കിട്ടും, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് എൻഡ് ആവുന്നതാണോ, നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായി നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്ന ഒന്നാണ് പേഴ്സണൽ റീഡിങ്സ് എന്നുള്ളത്. അത് ആവശ്യമുള്ളവർ മാത്രം എടുക്കുക. പിന്നെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. ഫസ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. വളരെ നിരാശയാണ്, നിസ്സഹായതയുടെ ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസാണ് നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. വളരെ ദുഃഖം, അതായത് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നിലധികം പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടാവാം, ഒന്നിലധികം കാര്യങ്ങളോ വ്യക്തിബന്ധങ്ങൾക്കോ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടാവാം, നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു നിസ്സഹായതയുടെ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നഷ്ടപ്പെട്ടതും കയ്യിലിരുന്നതും പോയി, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്നുള്ളൊരവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു കുറ്റബോധമാവാം, ഒരു ഭാരം ചുമക്കുന്ന ഒരു ഫീലിങ്സ് ആവാം, നിങ്ങൾക്കൊരു മനസ്സമാധാനമില്ലാത്ത ഒരു എനർജിയിലൂടെയാണ് കറൻറ്റ് സിറ്റുവേഷൻസ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജനമായ ഒരു ഒരു ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ, ഒരു നിസ്സഹായതയിൽ അല്ലെങ്കിൽ ഒരു ശൂന്യതയിൽ നിങ്ങൾ നിൽക്കുകയാണ്. എവിടെ നിന്ന് തുടങ്ങണം, എന്താണ് ഇനി ലൈഫിലേക്ക് വരാൻ പോകുന്നത്, എങ്ങനെയാണ് ജീവിതത്തെ പിടിച്ചൊന്ന് ശക്തമാക്കി ഒരു പവർ ഉള്ളതാക്കി എടുക്കേണ്ടത്, എങ്ങനെയാണ് ഒന്ന് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളുണ്ട്. ശരിക്കും നിങ്ങളിൽ പലരും ഉറങ്ങാൻ പോലും പറ്റാത്ത വിധം ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്നതായിട്ടും, കുറേ ആളുകളെ സംബന്ധിച്ച് ഒരു ഡിപ്രഷൻ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുകയും, ആൻസൈറ്റി, ഉത്കണ്ഠ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വല്ലാത്ത ഉത്കണ്ഠയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുടെ എനർജി നമുക്കിതിൽ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചീറ്റിംഗ് ചെയ്യപ്പെട്ടു, ഇമോഷണലി നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങൾക്ക്, ഈ വരുന്ന ജൂൺ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങൾക്കൊരു പുതിയ ഒരു തുടക്കമാണ് ഇനി വരുന്ന മാസം എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വളരെ റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചിന്തിച്ച്, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ശരിയായ ഒരു തീരുമാനമെടുക്കാനുമൊക്കെ പറ്റുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത്. ശരിക്കും പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ, കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഉറച്ചൊരു തീരുമാനമില്ലായിരുന്നു, ഒരു പതർച്ച, എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത, ഇതൊക്കെ നിങ്ങളെ വല്ലാതെ
വല്ലാതെ വേട്ടയാടിയിരുന്ന ഒരു പാസ്റ്റ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും തടസ്സങ്ങളായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ചുറ്റും ഭയങ്കരമാകുന്ന തടസ്സങ്ങൾ നേരിട്ടിരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിലേ ആയിരുന്നു ലൈഫിൽ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിലേ ആയി പോയിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ പോലും ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ കാണിച്ച ആ ഒരു ആത്മാർത്ഥത, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് നിങ്ങൾക്ക് ഒരു അംശം പോലും കിട്ടിയിട്ടില്ല കേട്ടോ. വളരെ ദുഃഖം തോന്നുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എത്രത്തോളം പ്രതിസന്ധികളെ മറികടന്ന് ഈ ഒരു റിലേഷനിൽ ആക്ഷൻ എടുത്തോ അതിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാതെ പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഒരു ബേസിക് ഒരു തുടക്കമാണ് നിങ്ങൾക്ക് വേണ്ടത്. കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ നിങ്ങളൊന്ന് ശരിക്കും കെയറിങ് ചെയ്ത് ഒന്നേന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു മാസം തുടങ്ങി വെക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഒരു പുതിയ തുടക്കം, പുതിയൊരു മാറ്റം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ, നിങ്ങളുടെ ലൈഫിൽ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് നിന്നാൽ പോലും നിങ്ങൾക്കത് ഉപേക്ഷിച്ച് കളയാൻ പറ്റാതെ പോകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്, വിട്ട് കളയാൻ പറ്റുന്നില്ല. അത് എത്രത്തോളം മുറിവേൽപ്പിക്കുന്നതായാലും നിങ്ങളത് ചേർത്ത് പിടിച്ചാലോ എന്നല്ലെങ്കിൽ ചേർത്ത് പിടിക്കണമെന്ന് ദൃഢനിശ്ചയത്തോടു കൂടി നിൽക്കുന്ന സിറ്റുവേഷൻസുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബൗണ്ടറി വേണം, അകന്ന് പോകണം, വിട്ടുകൊടുക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോഴും അതിനോടൊപ്പം നിങ്ങൾ വീണ്ടും മറിച്ച് ചിന്തിക്കുന്നത് ചേർത്ത് നിർത്താൻ, ചേർത്ത് പിടിക്കാം. അതായത് നിങ്ങൾക്കതൊരു വല്ലാത്ത ഭാരമായി തീരുന്ന പോലെ തോന്നുന്നത്, ആ ഒരു എനർജീനെ, ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് പൂർണ്ണമായും കട്ടാക്കി കളയുക എന്നത് ഡിഫിക്കൽറ്റിയാണ് കേട്ടോ. അത് അസാധ്യമായൊരവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ജൂൺ എനർജി നിങ്ങൾക്കൊരു പുതിയ മാറ്റമാണ്, തുടക്കമാണ്. കുറേ ആളുകളെ സംബന്ധിച്ചൊരു സൺ റൈസിംഗ് ആണ് കേട്ടോ, സക്സസ് ആണ്. ഇന്നലെ വരെ എന്തായിരുന്നു അതിനപ്പുറത്തേക്കുള്ളൊരു പെട്ടെന്ന് തന്നെ ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നൊരു ഫീലിങ്സ്, പുതിയ ചില തുടക്കങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ഫീലിങ്സ്, പുതിയ ചില ആശയങ്ങൾ മനസ്സിൽ വരുന്നത്, പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്, പുതിയ ചില സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾ, അതായത് ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നോ പറയാനും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തുറന്നു പറയാനും ഒക്കെ നിങ്ങൾ മടിച്ചിരുന്ന ചില ഇടങ്ങളിൽ നിങ്ങൾക്കത് സാധിക്കും. ഒരു ഹാപ്പി ഫാമിലി പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാര്യ-ഭർതൃ ബന്ധത്തിനിടയിലാണെങ്കിലും കുടുംബ ബന്ധങ്ങൾക്കിടയിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും സ്വരച്ചേർച്ചക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലായിട്ടൊക്കെ ഉള്ള ചില പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നെല്ലാം മാറി ഒരു ഹാപ്പി ഫാമിലി എനർജി, ഒരു സന്തോഷകരമാകുന്ന നിമിഷങ്ങളിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഇമോഷണൽ അബണ്ടൻസ്. ഒരു പക്ഷേ ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ചതല്ല ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന മക്കളെ. നിങ്ങൾ സമാധാനവും സന്തോഷവും അറിയാൻ പോവുകയാണ് നിങ്ങളുടെ ബന്ധത്തിലും നിങ്ങളുടെ ജീവിതത്തിലും. അതായത് ഇവിടെ കർമ്മ അവസാനിക്കുന്നുണ്ട് കുറേ ആളുകൾക്ക് കേട്ടോ. നിങ്ങൾ അനുഭവിച്ച ഒരു സ്ട്രെസ് എനർജി, മരണതുല്യമായ ഒരു ഫീലിങ്സ്, നിസ്സഹായതയുടെ ഒരു അവസ്ഥ എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ആയിട്ട് ഒരു കർമ്മ, അതായത് പാസ്റ്റ് ലൈഫ് കർമ്മ ആയിക്കോട്ടെ, പൂർവീകർ ചെയ്തു വെച്ച ചില കർമ്മഫലമായിക്കോട്ടെ, അതുപോലെ തന്നെ മുൻ കാലങ്ങളിൽ നിങ്ങൾക്ക് പറ്റിപ്പോ എന്തെങ്കിലും ഒരു അബദ്ധം, വാക്കുകൾ ഉപയോഗിച്ചതോ പ്രവർത്തിച്ചതിലോ ഒക്കെ പറ്റിയ ഒരു തെറ്റായിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു കർമ്മ അവസാനിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ കർമ്മ എൻഡിങ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ലോസ് ഫീലിങ്സ്, അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണോ ലോസ് ഫീലിങ്സ് ഉണ്ട്, അതായത് സാമ്പത്തികമായിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ, ആ ഒരു ലോസ് എനർജി, നഷ്ടം, ആ ഒരു സാഹചര്യവും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നിരാശ,
ഭയം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു. മൈൻഡ് ലോസായ സിറ്റുവേഷൻസിൽ നിന്നുമെല്ലാം, മനസ്സ് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ലാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ആ സാഹചര്യത്തിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്ന ശക്തമാകുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ സ്ട്രോങ് ആകുന്ന ഒരു ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു വേൾഡ് കാർഡ് എനർജി ഉണ്ട്. പുതിയൊരു ലോകം നിങ്ങൾ പരിചയപ്പെടാൻ പോവുകയാണ് ഇനി. ഈ ജൂൺ മാസത്തിലെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ലോകമാണ് നിങ്ങൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജസ്റ്റിസ് ആണ് കേട്ടോ. ഇത്രയും കാലം നിങ്ങൾ എന്താണോ അനുഭവിച്ചത്, ബന്ധത്തിലായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും ലീഗൽ പരമായിട്ടൊക്കെ കോടതിയിലൊക്കെ കയറി ഇറങ്ങി നടക്കേണ്ടി വരിക, മധ്യസ്ഥ ചർച്ചകൾ വെക്കേണ്ടി വരിക, ഇങ്ങനെയുള്ളൊരു ജസ്റ്റിസ് കിട്ടാതെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങളിൽ ആരൊക്കെ അലയുന്നുണ്ടോ അതിനൊക്കെ ഒരു തീർപ്പുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കുന്നു. നിങ്ങളുടെ ഒരു ട്രാപ്പ് എനർജി, നിങ്ങൾ പെട്ട് നിന്ന ചില അവസ്ഥകൾ, നിങ്ങൾക്കൊരു നല്ല സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ പെട്ട് നിന്നിരുന്നെങ്കിൽ, സൈലൻ്റ് ആയിട്ട് നിസ്സഹായതയോടുകൂടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചഞ്ചലിപ്പ്, ഒരു മനസ്സിനൊരു ഉറച്ച തീരുമാനമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, നമുക്ക് ഫസ്റ്റ് വന്ന എസ് ഓഫ് വാൻസിൻ്റെ എനർജി പോലെ നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു ദൃഢനിശ്ചയം ഉണ്ടാകുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വിൽ പവർ എനർജി വരാൻ പോകുന്നു. കൂട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, അതായത് ന്യായവും നീതിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമില്ലാതെ നിങ്ങൾ നിന്നിരുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ നീതി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പാകത്തിന് സംസാരിക്കാനുള്ള അവസരങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ തെളിയാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ചേഞ്ചിങ് എനർജി എന്ന് പറയുന്നത് ശക്തമാകുന്ന മാറ്റം തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റിങ് എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതായത് നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും സ്റ്റക്കാക്കിയിരുന്നുവെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ, നല്ല എവിഡൻസോട് കൂടി സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിലാണെങ്കിലും ഒരു സൈലൻറ്റ് എനർജിയാണ്. നിങ്ങൾക്കൊന്നും പറയാൻ, നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനും തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാനും പറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഒരു പക്ഷേ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിന്ന വ്യക്തിക്കാണ് മിസ്റ്റേക്കെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു തെറ്റ് ഏറ്റെടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ശരിക്കും നമുക്ക് എനർജിയിൽ നിസ്സഹായതയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അതായത് പ്രതിരോധിക്കാൻ പറ്റാതെ, എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ളത് പറ്റാത്ത വിധം, ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത വിധമൊക്കെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ ഈ ജൂൺ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ പുതിയ തുടക്കമാണ്. നിങ്ങളുടെ പവർ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് വളരെയധികം ഡിസിപ്ലിൻ എനർജിയോട് കൂടിയും പുതിയ ചില പ്രോജക്റ്റുകൾ, പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസും ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. മൂൺ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണതയില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു കളയാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് അസംതൃപ്തി നൽകിയ, നിങ്ങൾക്ക് വേദനകൾ നൽകിയ, നിങ്ങൾക്ക് ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പേടിച്ച് നിങ്ങളൊരു സ്തംഭനാവസ്ഥയിൽ മുന്നോട്ടേക്ക് ആക്ഷൻ എടുത്താൽ മറ്റുള്ളവരെ, ചുറ്റുമുള്ള സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ ഭയപ്പെട്ട് നിന്ന വ്യക്തികളാണ് എങ്കിൽ, എന്നാൽ നിങ്ങൾക്കൊരു അസംതൃപ്തിയും ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടും തീരുമാനമെടുക്കാൻ പറ്റുകയും നിങ്ങളിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു ഗൈഡൻസിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചത് നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല, എന്നിലാണ് ഒരു തെറ്റ്, അല്ലെങ്കിൽ ഞാനൊന്ന് മാറാം എന്നൊക്കെ ചിന്തിച്ചിരുന്നുവെങ്കിൽ
നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് നോക്കാൻ ശ്രമിക്കാതെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു ഗൈഡൻസ്, ആ ഒരു എന്താ പറയുക, ഒരു മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾക്കുള്ള ആ ഒരു നല്ല ഗൈഡൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നൽകുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ആ ഒരു മാർഗത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു മാറ്റം, നിങ്ങളുടെ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനൊരു ദൃഢത വരുത്താൻ പോകുന്നു. അവിടെയും ചില ബ്ലെസ്സിങ്സുകൾ, പോസിറ്റിവിറ്റികൾ ഉണ്ടാവാൻ പോകുന്നു. ഒരു റീയൂണിയൻ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് കൂടുതലും നിങ്ങളിലാണ് മാറ്റം വരാൻ പോകുന്നത്. നിങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങളുടെ ബന്ധത്തിനെ ബാധിക്കുന്നു. അതായത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് അതിൻ്റെ ആ ഒരു സ്വാധീനം ചെലുത്തപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ശക്തമാകുന്ന ഒരു റീയൂണിയൻ പ്രസൻസും ഒരു ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റിങ് എനർജിയുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് നിങ്ങൾ പെട്ട് നിന്ന പലയിടത്തു നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നു. ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ചിലരുടെയൊക്കെ എനർജിയിൽ നോക്കുമ്പോൾ കാർമിക് സിറ്റുവേഷൻസുകൾ, നമ്മൾ പറഞ്ഞില്ലേ കർമ്മ അവസാനിക്കുന്നു. ചിലർക്ക് കാർമിക് സിറ്റുവേഷൻസുകൾ, നിങ്ങൾ ഒരു എന്താ പറയുക, സ്റ്റക്കായിട്ട് നിന്ന ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ പേടിച്ച് നിന്ന കാര്യങ്ങളിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെയും നിങ്ങൾ പേടിച്ച് നിന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. ഒരു ട്രാവലിംഗ് പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബെർഡൻ ആയിരുന്ന, മനസ്സ് മടുത്ത് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു ട്രാവലിംഗ് പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലർക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ വിദേശത്ത് നിന്നും സ്വദേശത്തേക്കൊക്കെ നാട്ടിലേക്കൊക്കെ വരാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരം, അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിലൊരു മാറ്റമാണ് കാണിക്കുന്നത് കേട്ടോ, ഒരു പുതിയ തുടക്കത്തിനുള്ള കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹെറോഫെൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയോ മറ്റാരുടെയെങ്കിലും പ്രസൻസ് കൊണ്ടൊക്കെ മാരിയേജ് എനർജിക്കൊക്കെ ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നവർക്ക് അതിനും ഒരു മാറ്റം വരുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ്, നിങ്ങളുടെ സോൾ കണക്ഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾക്ക് വിവാഹ യോഗം വേണമെന്ന് ആഗ്രഹിച്ചവർക്ക്, വിവാഹ സംബന്ധമാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഈ ഒരു മാസത്തിലേക്ക്, ഈ ജൂൺ മാസത്തിൻ്റെ എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ നിങ്ങളെ റിജക്റ്റ് ചെയ്തിരുന്ന, നിങ്ങളുടെ സ്നേഹത്തെ അവോയ്ഡ് ചെയ്തിരുന്നവർ ദുഃഖിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് കുറ്റബോധവും നിരാശയും അതൊരു നിശബ്ദമായിട്ട് പെയിൻ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യവുമൊക്കെ നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ വലിയ ഒരു ചേഞ്ചിങ്, വലിയൊരു തിരിച്ചറിവ്, അതുപോലെ നിങ്ങൾ മാറ്റി നിർത്തിയവർ, നിങ്ങളെ റിജക്റ്റ് ചെയ്തവർക്ക് കുറ്റബോധം തോന്നുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ എനർജി ചേഞ്ച് ആകുന്നതൊക്കെയാണ് നമുക്ക് ഈ ഒരു നെക്സ്റ്റ് മന്തിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് ശക്തമാകുന്ന റീയൂണിയൻ പ്രസൻസ് കുറേ ആളുകളുടെ എനർജിയിൽ വരുന്നുണ്ട് കേട്ടോ. അതൊരു ഇമോഷണൽ അബണ്ടൻസ് ആണ്. നിങ്ങൾക്ക് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യം, സന്തോഷം ഒക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എലോൺ എനർജിയിൽ ഒറ്റയ്ക്ക് ചില കാര്യങ്ങളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസും, ഒറ്റയ്ക്ക് ഒരു ട്രാവലിംഗ്, ചില സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു പോകുന്നതായിട്ട്, ഒരു പക്ഷേ നിങ്ങൾ ഇന്നലെ വരെ നിന്നിരുന്ന ചില സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾ പുറത്തു പോകുന്നതായിട്ടുള്ളൊരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അത് ഇമോഷണലി നിങ്ങളെ തളർത്തിക്കളഞ്ഞ, നിങ്ങൾക്ക് നിരാശ നൽകിയ ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഓവർകം ചെയ്യുന്നൊരവസ്ഥയാണ്. പിന്നെ ഫൈറ്റിംഗ് എനർജി, ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾ സ്വയം ഒഴിവായി കൊടുക്കുന്ന സിറ്റുവേഷൻസും ചിലരുടെ എനർജികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ആളുകളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതായത് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും, നിങ്ങളുടെ പാസ്റ്റിൽ, നിങ്ങളുടെ ആ ഒരു പഴയ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിന് വേണ്ടിയിട്ട് വളരെ സമാധാനപരമായിട്ട് വെയിറ്റ് ചെയ്യാമെന്നുള്ളൊരു ചിന്ത, അതൊക്കെ പ്രഷ്യസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ലൊരു
മെച്യൂരിറ്റിയോട് കൂടി തന്നെ നിങ്ങൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. വെയിറ്റ് ചെയ്യണം. ഇതിനകത്ത് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ, ടോക്സിക് സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സമാധാനപരമായിട്ട് വെയിറ്റ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾ, കുറേ ആളുകൾക്ക് ഇമോഷണലി ഒരു മെച്യൂരിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ മാസം വളരെ മെച്യൂരിറ്റിയോട് കൂടി തന്നെ നിങ്ങളുടെ ബന്ധത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇമോഷണലി ഒരു ബാലൻസ് ഒക്കെ വരുന്നുണ്ട്. റിസ്ക് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ, കുറച്ചൊന്ന് റിസ്ക് എടുക്കണം, കുറച്ചൊന്ന് പ്രാധാന്യം കൊടുക്കണമെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. സെപ്പറേഷൻ എനർജിയിലേക്കൊക്കെ നിൽക്കുന്നവർക്കൊരു ടെലിപ്പതി മെസ്സേജൊക്കെ അയക്കാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ ചേഞ്ച് ആവുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുകയും അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ വിവാഹം പോലുള്ളൊരു സിറ്റുവേഷൻസിലൊക്കെ നിന്നിട്ട് അത് തടസ്സപ്പെട്ടു പോയവരെ സംബന്ധിച്ച് അതിലൊരു നിരാശയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി ഒരു ഒരു വിൽ പവർ എനർജിയിലേക്ക് കാര്യങ്ങളെയൊക്കെ ഗൗരവത്തോടു കൂടി കാണാൻ പറ്റുന്ന, അതായത് കരച്ചിലും പിഴിച്ചിലും സങ്കടവും നിരാശയും മടുപ്പുമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷണൽ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും പുറത്ത് കടന്ന് നല്ലൊരു പവർഫുള്ളാകുന്ന, മറ്റുള്ളവരെ ഒക്കെ ഒരു കോമാളിയാവാത്ത വിധം ഒരു പവർഫുള്ളാകുന്ന, സ്ട്രോങ് ആകുന്ന ഒരു മൈൻഡ് സെറ്റിലേക്കാണ് നിങ്ങൾ മാറുന്നത്. നിങ്ങളുടെ ആ ഒരു മാറ്റമെന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ.